വനം വകുപ്പിന്റെ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു പോലീസ് ക്യാമ്പ്. എന്നെ അങ്ങോട്ടാ കൊണ്ടുപോയത്. 2 ആഴ്ചത്തെ ചോദ്യം ചെയ്യൽ, ഭീകരമർദ്ദനം. മരിച്ചു പോകണമെന്ന് പലപ്പോഴും തോന്നി. ഇത്രയും വേദന സഹിക്കാൻ എനിക്കെങ്ങനെ കഴിഞ്ഞുവെന്ന് ഇപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇതൊന്നും ജെഡി എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ആ, അങ്ങനെ ചോരപുരണ്ട ഒരു അധ്യായം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് എങ്ങനെയാ അവിടുന്ന് രക്ഷപ്പെട്ടത്? ഒടുവിൽ പോലീസുകാർക്ക് മനസ്സിലായി എനിക്കൊന്നും അറിഞ്ഞൂടാന്ന്. അപ്പോഴേക്കും യഥാർത്ഥ പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. ജീവൻ മാത്രം ബാക്കിയായ എന്നെ പോലീസ് ഒരു സർക്കാർ ആശുപത്രി കൊണ്ടു തള്ളി. നല്ലവനായൊരു ഡോക്ടർ എന്നെ രക്ഷിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ഏട്ടനെ വീട്ടിൽ കയറ്റിയില്ല, ആട്ടിയിറക്കി. പെറ്റമ്മ പോലും എന്നെ തിരിച്ചു വിളിച്ചില്ല. എന്നേക്കുമായി ഞാൻ ആ പടിയിറങ്ങി. നേരെ ചെന്നത് വാര്യർ സാറിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിയുന്നത്. എനിക്ക് വേണ്ടിയാണ് വാര്യർ സാർ മരിച്ചതെന്നറിഞ്ഞപ്പോൾ വലിയ കുറ്റബോധം തോന്നി. അദ്ദേഹത്തിൻ്റെ മകളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ എന്തോ അന്ന് എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചോദിക്കാതിരിക്കാനാവുന്നില്ല. ഗീതയ്ക്ക് ബന്ധുക്കളാരുമില്ലേ? അച്ഛൻ്റെ വീട്ടുകാരോ അമ്മയുടെ വീട്ടുകാരോ? ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, അച്ഛൻ പറഞ്ഞിട്ടുമില്ല. ഇവിടെ അങ്ങനെ ആരും വന്നിട്ടുമില്ല. അപ്പോ ആരുമില്ലേ? ഒരു ബന്ധുണ്ട്. അനാഥരുടെ ഏക ബന്ധു. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. എന്നെ ശപിക്കരുത്. ഞാൻ കാരണം വാര്യർ സാർ. അയ്യോ, അങ്ങനൊന്നും വിചാരിക്കരുത്. ഓരോ മനുഷ്യർക്കും ഓരോ വിധിയുണ്ട്. അത് പങ്കുവെക്കാൻ വേറെ ആർക്കും ആവില്ല. അച്ഛന്റെ സമയമായി. ഭഗവാൻ വിളിച്ചു, പോയി. അത്രേ കരുതാവൂ. എനിക്കങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല. നോക്കൂ, ഞാൻ സഹിക്കുന്നില്ലേ? ദേവേട്ടനൊരാണല്ലേ? സമാധാനായിട്ട് പോവൂ. ഇവിടെ നിന്നാ കൂടുതൽ വിഷമാവും. എന്നെ പറഞ്ഞു വിടുവാണോ? ഇനി അച്ഛനില്ല. പഴയതുപോലെ ദേവേട്ടനോട് വരരുത്. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടായത്. നാട്ടുകാരെന്തും പറയാൻ മടിക്കില്ല.
ആരുടെങ്കിലും നാവിന്ന് അങ്ങനെ എന്തെങ്കിലും വീണ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. വാര്യർ സാറിന്റെ മകൾക്ക് ഒരു കളങ്കവും ഞാൻ കാരണം ഉണ്ടാവില്ല. ഞാനുള്ളപ്പോ നീ ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല. ജയദേവൻ, വിശാഖം. എനിക്കോ? ഇന്നിവിടെ ഒരു മംഗല്യമേ ഉള്ളൂ. വരൻ നിങ്ങളാ. നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരമ്മ പറഞ്ഞു പൂജിച്ചതാ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി. ഞങ്ങളും ഇറങ്ങട്ടെ. ശരി ചെല്ലട്ടെ മോളെ. എന്നാ ഞങ്ങൾ ഇറങ്ങി. ശരി. അതെ, ഞാൻ അങ്ങോട്ട് പോവാ. വെയിലത്ത് നിന്ന് വാടാതെ വേഗം വീട്ടിലേക്ക് വന്നേക്കണം. കല്യാണ സദ്യ ഹോട്ടലിൽ നിന്ന് കഴിച്ചേക്കല്ലേ. എല്ലാം ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വരട്ടെ. ശരി. ഒരു ചേച്ചിയുടെ കുറവ് ഇവരുള്ളതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നവർ അടുത്തുള്ളതിന്റെ ഭാഗ്യം അത് വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ ഈ ലോകത്ത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇത് അവിടെ ആ ആൽമരത്തിന് ചോട്ടിലോ മതിലിനപ്പുറത്തോ അമ്മ ഉണ്ടായിരുന്നിരിക്കും. നമ്മൾ കാണാൻ ഞാൻ അറിയാതെ അമ്മ നിന്നിരിക്കും. എനിക്കതറിയാൻ അമ്മയുടെ മാല കാണേണ്ടി വന്നു. ഈ മാലയണിഞ്ഞ് ഞാൻ അമ്മയെ കണ്ടിട്ടേയില്ല. വിഷു ദിവസം കണി കാണാൻ സ്വർണം വയ്ക്കുന്ന നേരം അമ്മയത് പുറത്തെടുക്കുമായിരുന്നു. കുട്ടിയായിരുന്നു ഞാൻ. ഒരുപാട് കെഞ്ചിയിട്ടുണ്ട് അമ്മയൊന്നിട്ട് കാണാൻ. അപ്പോഴൊക്കെ അമ്മ പറയും, ഇത് നിനക്ക് തന്നെ ഉള്ളതാടാ, കുടുംബത്തിൻ്റെ ഐശ്വര്യാന്നൊക്കെ. ഇപ്പോൾ ഇന്നത് അമ്മ എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നു. ഏട്ടൻ്റെ വാക്കുകളനുസരിച്ച് എന്നെ കാണാതെ മറഞ്ഞെന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. 2 മക്കളുടെയും വാശിക്ക് മുന്നിൽ അമ്മ തോറ്റുപോയിരിക്കുന്നു. എന്നിട്ടും
ഞാൻ അറിഞ്ഞില്ല ഈ കാറ്റിൽ അമ്മയുടെ മണമുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല ഒരമ്മയുടെ സ്നേഹം. പക്ഷേ ഇപ്പോ എനിക്ക് ദേവേട്ടന്റെ അമ്മയുടെ മുഴുവൻ സ്നേഹവും കിട്ടിയതുപോലെ. ആളും ആരവുമുള്ള ഒരു വിവാഹ ദിവസം ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നമാണ്. ഇവിടെ ആഹ്ലാദിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാതെ. വേറെ ആരെയും നമുക്ക് നോക്കാനില്ല. ഞാൻ ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. എനിക്കിനി ദേവേട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്കത് മതി. അമ്മേ, എന്നിട്ടോ പറയൂ അമ്മേ. എന്നിട്ട് അന്ന് മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി മോളെ. ആ ദിവസങ്ങൾ നിറയെ സന്തോഷായിരുന്നു. നിന്റെ അച്ഛന് എന്നെ എന്തിഷ്ടായിരുന്നു എന്നറിയോ? കൊച്ചു കുട്ടികളെ പോലായിരുന്നു എൻ്റെ അടുത്ത്. എപ്പോഴും കളിയും ചിരിയും. പിന്നെ എന്തിനാ അമ്മേ നിങ്ങൾ പിണങ്ങിയത്? നിന്റെ അച്ഛന് പത്രോഫീസിലായിരുന്നല്ലോ പണി. അവിടുന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ടാ ഞങ്ങൾ ജീവിച്ചു പോന്നത്. പതുക്കെ പതുക്കെ ദേവേട്ടന് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതായി. ഏതു നേരവും മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് വായനയും എഴുത്തും. ഞാൻ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാ ദേഷ്യം വരാൻ തുടങ്ങും. നേരത്തിന് കുളിയില്ല, ആഹാരമില്ല. ഓഫീസിൽ പോക്കും പലപ്പോഴും മുടങ്ങി. മണി 9 പോകുന്നില്ലേ? ഇതെന്താ കുറെ പേരുകൾ? ഇവരൊക്കെ ആരാ? നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഓഫീസിൽ പോകണ്ടേ? ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ല, പത്രത്തിലെ പണി എനിക്ക് മടുത്തു. സ്വസ്ഥതയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ജോലിക്ക് പോകാതെ എന്ത് ചെയ്യും? എനിക്ക് എഴുതണം, ഈ നോവല് പൂർത്തിയാക്കണം. അതെന്റെ സ്വപ്നമാണ്. എന്റെ അച്ഛനും എഴുതുമായിരുന്നല്ലോ. പക്ഷേ ജോലിക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഒരിക്കലും അച്ഛൻ വരുത്തിയിട്ടില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ വാങ്ങിത്തന്ന ജോലിയാ, മറക്കണ്ട ദേവേട്ടൻ. ഒരു വായർ സാർ ആവുകയല്ല എന്റെ ലക്ഷ്യം. പത്ര ഓഫീസിലെ കസേരയിൽ ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്ന് മുരടിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാനൊരു കഥാകൃത്ത. എടി, നീ ഞാൻ മരിച്ചു പോവും. ഈ വാക്കുകളുണ്ടല്ലോ, അവ മരിക്കില്ല. അത് മനസ്സിലാക്ക.
നിന്നെ വേദനിപ്പിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നോവല എനിക്ക് ജീവിതം. അതെഴുതാനാ ഒരുപക്ഷെ നിന്റെ അച്ഛനെ പോലും ഞാൻ കണ്ടുമുട്ടിയത്. വേണ്ടി പോകരുത് എന്റെ അച്ഛനെ പറ്റി. നിങ്ങൾക്ക് വേണ്ടി നൊന്ത് മരിച്ച പാവം മനുഷ്യനാ. എന്ത് തെറ്റാ എന്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തത്? അങ്ങനെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ദയവായി നീ എന്നെ മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കാൻ? നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ ഞാൻ പറയുന്നത്. നമുക്ക് ജീവിക്കണ്ടേ? ഈ വീട് കഴിഞ്ഞു പോണ്ടേ? തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി എന്റെ പ്രതിഭയെ, മനസ്സിനെ, സ്വപ്നങ്ങളെ ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത്? ഡേവിഡിന് എഴുതിക്കോളൂ. വേറെ ഒന്നും ചെയ്യണ്ട, എങ്ങും പോണ്ട. എനിക്ക് പട്ടിണി കിടക്കാൻ ഒരു മടിയുമില്ല. പക്ഷെ ഇനിയുള്ള ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഈ നോവൽ എഴുതി തീർക്കുകയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ അച്ഛനോടുള്ള കടമാണത്, ജന്മം നൽകിയതിൻ്റെ കടം.